ഗൾഫ് മേഖലയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതും സാങ്കേതികമായി മുന്നേറുന്നതുമായ രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിജ്ഞാനാധിഷ്ഠിതവും അതുപോലെ വൈവിധ്യപൂർണവുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറാനുള്ള അബുദാബിയുടെയും ദുബായിയുടെയും ലക്ഷ്യം നിരവധി സമഗ്രമായ പരിഷ്കാരങ്ങളിലൂടെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമീപ മാസങ്ങളിലും 2026ഓടെയും UAEയുടെ സാമ്പത്തിക സാമൂഹിക പശ്ചാത്തല സൗകര്യ മേഖലയിൽ വരാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചും അവ പ്രവാസികളെയും ബിസിനസ്സുകാരെയും എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. ഈ മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന നിർണായകമായ ചുവടുവയ്പ്പുകളാണ്. UAEയുടെ തൊഴിൽ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കമാണ് സ്വദേശിവൽക്കരണം. സ്വകാര്യ മേഖലയിലെ പൗരന്മാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആസ്തിയായ മനുഷ്യ വിഭവശേഷിയെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് എമിറൈസേഷൻ എന്ന നയത്തിൻ്റെ ലക്ഷ്യം. വർഷാവസാനം നിർബന്ധിത ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതിയാണ്. ഈ വർഷത്തെ 2% സ്വദേശിവൽക്കരണ ലക്ഷ്യം ഡിസംബർ 31 പൂർത്തിയാക്കാനാണ് UAE ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 50ലധികം ജീവനക്കാരുള്ള സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളാണ് ഈ നിയമത്തിന് കീഴിൽ വരുന്നത്. ലക്ഷ്യം പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിശ്ചിത എണ്ണം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഓരോ ഒഴിവാക്കപ്പെടുന്ന സ്വദേശി പൗരനും 96,000 ദിർഹം, അതായത് 21.6 ലക്ഷം ഇന്ത്യൻ രൂപ എന്ന ഭീമമായ തുക പിഴയായി ചുമത്തുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്. ഈ പിഴ നിയമലംഘനം തുടരുന്ന ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കും. സ്വദേശി പൗരന്മാർക്ക് സ്ഥിരതയും ഗുണനിലവാരമുള്ളതുമായ ജോലി നൽകുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കർശന നിലപാട്. ഇത് പ്രവാസി ജീവനക്കാർക്ക് ഒരു വെല്ലുവിളിയാണെങ്കിലും സ്വദേശി യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുണ്ട്. UAEയുടെ സാമ്പത്തിക നിയമങ്ങളിലും നികുതി സമ്പ്രദായങ്ങളിലും 2026ഓടെ വലിയ പരിഷ്കാരങ്ങളാണ് വരാനിരിക്കുന്നത്. ഇത് ബിസിനസ് ചെയ്യുന്ന രീതിയെ സമൂലമായി മാറ്റും. പൊതുജനാരോഗ്യ സംരക്ഷണ ലക്ഷ്യത്തോടെ 2026 ജനുവരി 1 മുതൽ UAEയിൽ പാനീയങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി ചുമത്തും. നിലവിലെ നികുതി സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി ആരോഗ്യകരമായ ഭക്ഷണ രീതികളെ പ്രോത്സാഹിപ്പിക്കാനും അമിതമായ പഞ്ചസാര ഉപയോഗം കുറയ്ക്കാനുമാണ് ഈ നീക്കം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു സമീപനം എന്ന നിലയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, നിർമ്മാണം, വ്യാപാരം എന്നിവയ്ക്ക് 2026 നിരോധനം വരുന്നു. പ്ലാസ്റ്റിക് കപ്പുകൾ, പാത്രങ്ങൾ, കണ്ടെയ്നറുകൾ, കട്ട്ലറി, അടപ്പുകൾ എന്നിവയെല്ലാം ഈ നിരോധനത്തിൻ്റെ പരിധിയിൽ വരും. ഇത് പരിസ്ഥിതിക്ക് ഗുണകരമാവുകയും ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യും. നികുതി നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കാനും ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ അധികാരം വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള പരിഷ്കാരങ്ങൾ 2026 വരും. 2026 മുതൽ റിവേഴ്സ് ചാർജ് സംവിധാനത്തിൽ ഫയൽ ചെയ്യുമ്പോൾ വ്യക്തികൾ സെൽഫ് ഇൻവോയ്സ് നൽകേണ്ടതില്ല. കൂടാതെ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി 2026 പകുതിയോടെ രാജ്യത്തെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇലക്ട്രോണിക് ഇൻവോയ്സ് നിർബന്ധമാക്കും. ഈ ഡിജിറ്റൽ പരിഷ്കാരം നികുതി അടയ്ക്കുന്ന പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കുകയും മനുഷ്യൻ്റെ ഇടപെടൽ കുറയ്ക്കുകയും ചെയ്യും. UAEയുടെ ഗതാഗത പശ്ചാത്തല സൗകര്യങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും. അത് അതിവേഗ ട്രെയിനുകൾ മുതൽ ആകാശയാത്രകൾ വരെ ഉൾക്കൊള്ളുന്നതാണ്. ദുബായ് അബുദാബി ഹൈവേകൾക്ക് സമാന്തരമായി 11 UAE നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇതിഹാദ് റെയിലിൻ്റെ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കും. ഇത് രാജ്യത്തിനകത്തുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള യാത്ര വിമാനങ്ങളെ ആശ്രയിക്കാതെ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാകും. 2026 UAEയുടെ ആകാശത്ത് ഒരു പുതിയ വിപ്ലവം പ്രതീക്ഷിക്കാം. ഇലക്ട്രിക് എയർ ടാക്സികൾ പ്രവർത്തനം തുടങ്ങാൻ ലക്ഷ്യമിടുന്നു. നിലവിലെ ഹെലിപോർട്ടുകൾ ഉൾപ്പെടെ 100ലധികം സ്ഥലങ്ങൾ വെർട്ടിപോർട്ടുകളായി മാറും. നഗരങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും വിമാനത്താവളങ്ങളിലേക്കും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലേക്കും വേഗത്തിലെത്താനും ഇത് സഹായിക്കും. റോഡുകളിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡ്രൈവർ ആവശ്യമില്ലാത്ത റോബോ ടാക്സികൾ ഷെയ്ഖ് സായദ് റോഡിൽ പ്രവർത്തനം ആരംഭിക്കും. കൃത്രിമ ബുദ്ധിയുടെയും സെൻസറുകളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ വാഹനങ്ങൾ ഗതാഗത സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. ദുബായിൽ ആസൂത്രണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിലൊന്ന് 17 കിലോമീറ്റർ ദൂരമുള്ള ഭൂഗർഭ ഹൈസ്പീഡ് ഗതാഗത സംവിധാനമായ ദുബായ് ലൂപ്പാണ്. നഗരത്തിനുള്ളിലെ അതിവേഗ കണക്ടിവിറ്റി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയും 2026 ലഭ്യമാകും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത്. 2026 ഏപ്രിൽ മുതൽ രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകൾക്ക് ഏകീകൃതമായ ഒരു അക്കാദമിക് കലണ്ടർ നിലവിൽ വരും. ഇത് പരീക്ഷാ തീയതികൾ, അവധി ദിനങ്ങൾ എന്നിവയിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ സഹായിക്കും. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സാങ്കേതിക മേളയായ ഗിറ്റെക്സ് ഇനി മുതൽ ദുബായിലെ എക്സ്പോ സിറ്റിയിൽ വെച്ച് നടക്കും. ഇത് ലോകോത്തര നിലവാരത്തിലുള്ള എക്സിബിഷൻ സൗകര്യങ്ങൾ ഉറപ്പാക്കും. സ്വദേശിവൽക്കരണത്തിലൂടെ തദ്ദേശീയരെ ശക്തിപ്പെടുത്തുന്നതും പഞ്ചസാര നികുതിയിലൂടെ പൗരന്മാരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നതും
ഇ ഇൻവോയ്സിംഗ് പോലെയുള്ള ഡിജിറ്റൽ പരിഷ്കാരങ്ങളിലൂടെ സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുന്നതും പറക്കം ടാക്സികളിലൂടെയും അതിവേഗ റെയിൽ ശൃംഖലയിലൂടെയും ഭാവിയിലെ ഗതാഗതത്തിന് അടിത്തറയിടുന്നതും ഈ മാറ്റങ്ങളെല്ലാം UAEയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. 2026ഓടെ UAE അതിൻ്റെ പൗരന്മാർക്കും താമസക്കാർക്കും ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്കും കൂടുതൽ മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഒരു ആവാസ വ്യവസ്ഥയായി മാറും എന്നതിൽ സംശയമേയില്ല.